ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വർഷ നിർബന്ധിച്ചിട്ട് ശ്രീകാന്തിനോട് വീട്ടിൽ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ മനസ്സോട് ശ്രീയും അത് സമ്മതിക്കുകയാണ്. അതേസമയം വർഷയുടെ അച്ഛൻ മധുസൂദനൻ ആകെ തളർന്ന് ഡെസ്പായിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. ആ സമയത്ത് അവളുടെ അമ്മ പറയുന്നുണ്ട്, ചേട്ടാ എന്തായി പോയ കാര്യം? ആ രവീന്ദ്രൻ തോറ്റ് ചമ്മി കാണുമല്ലേ? പക്ഷേ മധുസൂദനൻ വേഗം വെള്ളമെടുത്ത് കുറച്ച് ഒരു കവള് കുടിക്കുകയാണ്. അപ്പോൾ വാദോരാതെ വർഷയുടെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അയാളുടെ മകൻ്റെയും അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയാണിത്. മധുരം കൊടുത്ത് നമുക്കിതങ്ങോട്ട് ആഘോഷിക്കണം. അപ്പം മധുസൂദനൻ പറയാണ്, മധുരം കൊടുത്ത് ആഘോഷിക്കുന്നതേ രവീന്ദ്രൻ്റെ വീട്ടുകാരായിരിക്കും എന്ന് വെച്ചാൽ നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞത്? അപ്പം അയാൾ വിഷമത്തോടെ പറയാണ്, കേസിൽ ജയിച്ചത് രവീന്ദ്രനാണ്, ഞാൻ തോറ്റു. എൻ്റെ മാനം, മര്യാദ, അന്തസ്സ് എല്ലാം പോയി. അവൻ ഓടിച്ച ബസ് എന്നെ ഇടിച്ചു തെറിപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതെന്താ ജഡ്ജി അങ്ങനെ വിധിച്ചത്? അവർ ചോദിക്കുകയാണ്. അദ്ദേഹം രവീന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത്. നീ പറഞ്ഞത് കേട്ട് അയാളുടെ പെൻഷൻ കാശ് തടഞ്ഞു വെച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ അയാൾക്ക് മുൻകാല പ്രാബല്യത്തോടു കൂടി പെൻഷൻ കാശ് കൊടുക്കാനാണ് വിധി. ആ പോട്ടെ, അത് അയാൾക്ക് അർഹതപ്പെട്ട കാശാണെന്ന് പറഞ്ഞ് വിട്ടേക്കാം. അവസാനം വർഷയുടെ അമ്മ പറയാണ്. അപ്പം ദേഷ്യത്തോടെ മധുസൂദനൻ പറയുന്നുണ്ട്, അയാൾക്ക് അർഹതപ്പെട്ട കാശ് മാത്രമല്ല എൻ്റെ കാശും അയാളുടെ പോക്കറ്റിലെത്തും. 1,00,000 രൂപ കൂടി കൊടുക്കണമെന്നാണ് ജഡ്ജി വിധിച്ചിരിക്കുന്നത്. അപ്പം അവർ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യം എന്താ? അതൊന്നും കൊടുക്കണ്ട. അപ്പം മധുസൂദനൻ പറയാണ്, ജഡ്ജി വിധിച്ചതല്ലേ, കൊടുത്തേ പറ്റൂ. അവർ രണ്ടുപേരും ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അയാൾ സങ്കടത്തോടെ പറയാണ്, ജീവനില്ലാത്ത പോലെയാണ് ഞാൻ കോടതിയിൽ നിന്നത്. ഇത്രയും കാലം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പേര് പോയി, നാണം കെട്ടു. ഞാനിനി എങ്ങനെ ഓഫീസിൽ പോവും? ആൾക്കാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അപ്പോൾ വർഷയുടെ അമ്മ ദേഷ്യത്തോട് പറയുന്നുണ്ട്, ആ രവീന്ദ്രനെ അങ്ങനെ വിട്ടുകൂടാ, എന്തെങ്കിലും ചെയ്യണം അയാളെ. അപ്പം അയാൾ പറയാണ്, ഒന്നും ചെയ്യണ്ട, ഓരോന്ന് ചെയ്യിച്ച് നീ എന്നെ അങ്ങനെ ജയിലിൽ പറഞ്ഞു വിടണ്ട. അയാളെ മാത്രമല്ല, നീ എന്നെ അങ്ങ് വിട്ടേക്ക്. എന്നിട്ട് ഭാര്യയോട് പറയാണ്, എനിക്ക് പോയിട്ട് പ്രഷറിൻ്റെ ടാബ്ലറ്റ് എടുത്തിട്ട് വാ, എനിക്ക് പ്രഷർ കൂടുക. അതേസമയം വർഷയെയും കൂട്ടിക്കൊണ്ട് വർഷയുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ശ്രീകാന്ത്. ആ സമയത്ത് ബൈക്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വർഷ ശ്രീയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അവൻ ഒരുപാട് തവണ വേണ്ടാന്ന് പറയുന്നുണ്ട്, നിൻ്റെ അമ്മയും അച്ഛനൊക്കെ ഉണ്ടാവില്ല, വേണ്ട, പിന്നൊരു ദിവസം ആവാം, റെസ്റ്റോറൻറ്റിൽ തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും വർഷ അതൊന്നും കേൾക്കുന്നില്ല. നിർബന്ധിച്ചിട്ടാണ് ശ്രീയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത്. പക്ഷേ അകത്തേക്ക് എത്തിയതും സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന വർഷയുടെ അമ്മയും അച്ഛനെയും കണ്ടപ്പോഴേക്കും ശ്രീക്ക് മനസ്സിലായി, ഇത് തൻ്റെ അച്ഛൻ്റെ പരിപാടിയിൽ ആ പ്രശ്നം ഉണ്ടാക്കിയ മനുഷ്യനാണ്. അന്ന് ആ ദിവസം ശ്രീയെ അമ്മ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവൻ പേര് കേട്ട് ഷെഫാവാനുള്ള പഠിത്തം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശ്രീ വർഷയുടെ അച്ഛനെ അന്ന് സന്തോഷത്തോടെയാണ് നമസ്കാരമൊക്കെ പറഞ്ഞത്. അതൊക്കെ ശ്രീയുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. അതിനുശേഷം സച്ചിയായിട്ട് ഉണ്ടാക്കിയ തല്ലുപിടുത്തവും. അവസാനം രവീന്ദ്രൻ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ സമയത്ത് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ചന്ത പോലുള്ള സ്ഥലത്ത് നിന്നാണോ ഭക്ഷണം കഴിക്കേണ്ടത്? സോറി മിസ്റ്റർ രവീന്ദ്രൻ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, വാ പോവാം. അയാൾ അന്ന് ഭാര്യയും വിളിച്ചുകൊണ്ട് ദേഷ്യത്തോടെയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതൊക്കെ ശ്രീയുടെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. അതേസമയം വർഷയുടെ അമ്മയും അച്ഛനാണെങ്കിൽ അന്തം വിട്ട് നിൽക്കുകയാണ്. വർഷ ഒരു ആൺകുട്ടിയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നതിൻ്റെ ആ ഒരു അന്തം വിട്ടിലാണ് അവരുള്ളത്. അതിനുശേഷം അവർ രണ്ടുപേരും അടുത്ത് വന്നപ്പം വർഷ പരസ്പരം അവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. മമ്മി, ഇതാണ് ഞാൻ പറഞ്ഞ ശ്രീകാന്ത്, എൻ്റെ ഫ്രണ്ട്. അതിനുശേഷം ശ്രീക്കും പരിചയപ്പെടുക്കുക, ഇതാണ് എൻ്റെ അമ്മയും അച്ഛനും. അങ്ങനെ പരസ്പരം ഹലോ ഒക്കെ പറഞ്ഞതിന് ശേഷം ശ്രീയോട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് മധുസൂദനൻ. അവിടെ ഇരുന്നതിന് ശേഷം കുശലാന്വേഷണം എന്ന രീതിയിൽ വർഷയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ശ്രീകാന്തും ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണോ? അല്ലെങ്കിൽ ഞാനൊരു ഷെഫാണ് ഒരു റെസ്റ്റോറൻറ്റിൽ. ആ സമയത്ത് വർഷ അഭിമാനത്തോടെ പറയാണ്, ശ്രീകാന്ത് വെറൈറ്റി ഫുഡ്സൊക്കെ ഉണ്ടാക്കും, സൂപ്പറാ. ഇപ്പോൾ കോഫി ഉണ്ടാക്കാൻ പറഞ്ഞാൽ മമ്മി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല കോഫി ശ്രീകാന്ത് ഉണ്ടാക്കി തരും, വേണോ? വേണ്ട മോളെ, അയാൾ പറയാണ്. അപ്പം ശ്രീ പറയുന്നുണ്ട്, ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, എന്നെ ഓർമ്മയില്ലേ? അപ്പം അയാൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇല്ല, എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. അപ്പം വർഷ സന്തോഷത്തോടെ ചോദിക്കുകയാണ്, ഓ, നിനക്കപ്പം എൻ്റെ ഡാഡിയെ മുന്നേ അറിയാം അല്ലേ? എന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നത്? അപ്പം ശ്രീ പറയുന്നുണ്ട്, അതിന് ഇദ്ദേഹത്തിൻ്റെ മകളാണ് നീയെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അപ്പം മധുസൂദനൻ ചോദിക്കുകയാണ്, ശ്രീകാന്തിന് എന്നെ എങ്ങനെ അറിയാം? എൻ്റെ അച്ഛനും നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, ഡ്രൈവറായിരുന്നു, ഇപ്പോൾ റിട്ടയർഡായി. ഓ, എന്താ അദ്ദേഹത്തിൻ്റെ പേര്? മധുസൂദനൻ ചോദിക്കുകയാണ്. അച്ഛനെ അങ്കിളിന് നന്നായിട്ട് അറിയാം, പേര് രവീന്ദ്രൻ. അത് കേട്ടതും വർഷയുടെ അമ്മയും അച്ഛനും ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അന്ന് നിൻ്റെ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് നീ ഉണ്ടായിരുന്നോ? അയാൾ ചോദിക്കുകയാണ്. ഉണ്ടായിരുന്നു, അന്നാണ് ഞാൻ അങ്കിളിനെ കണ്ടത്. ശ്രീ പറഞ്ഞിട്ട് അമ്മയുടെ മുഖത്ത് നോക്കുന്ന സമയത്ത് അവർക്കൊക്കെ നല്ല ഈർഷ്യ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ശ്രീ അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പം അവരൊന്നും വലിയ താല്പര്യം കാണിച്ചിട്ടില്ല. പക്ഷേ വർഷം ഒത്തിരി നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു കോഫി കുടിച്ചിട്ട് ഇറങ്ങാമെന്ന്. പക്ഷേ അതൊന്നും ശ്രീ മൈൻഡ് വെക്കുന്നില്ല. റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോവാണ്. ശ്രീകാന്തിന് പിന്നാലെ പോയിട്ട് വർഷ പറയുന്നുണ്ട്, ശ്രീ വന്നതല്ലേ ഉള്ളൂ, എന്നിട്ട് എന്താ പെട്ടെന്ന് പോകുന്നേ? വർക്കുണ്ട് വർഷ, റെസ്റ്റോറൻറ്റിൽ പോയേ പറ്റൂ, ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. ശരി, എങ്കിൽ ഞാൻ വിളിക്കാം. വർഷ അവനെ യാത്രയാക്കുകയാണ്. തിരിച്ച് സന്തോഷത്തോടു കൂടിയാണ് വർഷ അകത്തേക്ക് വരുന്നത്. മമ്മി, കോഫി എടുത്തു വെക്ക്, ഞാനിപ്പോൾ വരാം. അപ്പോഴേക്കും വർഷയുടെ അമ്മ ദേഷ്യത്തിലാണ് ഉണ്ടായിരുന്നത്. നിൽക്കണേ അവിടെ, എന്താ നീ വിചാരിച്ചിരിക്കുന്നത്? വഴിയെ പോകുന്നവരെയൊക്കെ വീട്ടിനകത്തേക്ക് വിളിച്ച് കയറ്റാമെന്നോ? ഞങ്ങളെന്താ നോക്കുകുത്തിയാണെന്നാണോ നിൻ്റെ വിചാരം? ഒരല്പം ഫ്രീഡം തന്നപ്പോൾ തലേ കയറി നിരങ്ങുക.
അപ്പോൾ വർഷ തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം, എന്തിനാ ഇങ്ങനെ കിടന്ന് തിളക്കുന്നേ? ന്യൂസിൻ്റെ ഡിബേറ്റിനിടയിൽ ചിലരിങ്ങനെ ചൂടാവുന്നത് കണ്ടിട്ടുണ്ട്, ഇപ്പം നിങ്ങൾക്ക് എന്താ പറ്റിയത്? അപ്പം വർഷയുടെ അമ്മ ദേഷ്യത്തോട് പറയുന്നുണ്ട്, വായടക്ക്, അന്നേ പറഞ്ഞതല്ലേ അവനോടൊപ്പം ഇനി ചുറ്റാൻ പാടില്ലെന്ന്. കൂടെ കൂട്ടി എന്താ പ്രശ്നം? എനിക്കത് ഇഷ്ടമല്ല. ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അവനോട് സംസാരിക്കേണ്ട. എൻ്റെ ഫ്രണ്ടിനെ ഞാൻ കാണും, കൂടെ കൂട്ടും. ഓ, അവളുടെ ഒരു വലിയ ഫ്രണ്ട്. നാണം ഇല്ലേടി നിനക്ക് അവന് വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരാൻ? അപ്പോൾ വർഷ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഉള്ളപ്പോഴല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നേ, അല്ലാതെ ഇല്ലാത്തപ്പോഴൊന്നും അല്ലല്ലോ. ഓ, അപ്പോൾ ഇങ്ങനെ പോയാൽ ഞങ്ങൾ ഇല്ലാത്തപ്പോഴും നീ അവൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരില്ലേ? വർഷക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും. തെറ്റല്ല ശരിയാണെന്ന് തോന്നുന്ന എന്തും ഞാൻ ചെയ്യും. അവർ വർഷയ്ക്ക് നേരെ കയ്യോങ്ങിയതും വർഷയുടെ അച്ഛൻ വിളിച്ച് തടയാണ്, മഹിമേ. അതിനുശേഷം അയാളെ വിളിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക്. വർഷ അടുത്തെത്തിയതും അയാൾ പറയുന്നുണ്ട്, മോളെ വർഷേ, ആ ചെറുക്കനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നിനക്ക് വേണ്ട, ഒഴിവാക്കിയേക്ക്. എന്തിനൊഴിവാക്കണം ഡാഡി? ശ്രീകാന്ത് വളരെ നല്ലവനാ. അതൊക്കെ നിനക്ക് തോന്നുന്നതാ. അവനൊക്കെ തെറ്റായ കണ്ണുകൊണ്ടാ നിന്നെ കാണുന്നത്. വിശ്വസിക്കരുത് ഒരുത്തനെയും. അപ്പോൾ വർഷ സംശയത്തോട് ചോദിക്കുകയാണ്, എന്താ ഡാഡി ഇങ്ങനെയൊക്കെ പറയുന്നേ? അവനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഡാഡി പറയുന്ന പോലെയൊന്നും അല്ല അവൻ. അവൻ്റെ അച്ഛനും ഞാനും തമ്മിലൊരു പ്രശ്നമുണ്ട്. അവൻ്റെ അച്ഛൻ രവീന്ദ്രൻ എന്നെ കോടതി കയറ്റിയവനാ. ഒരാവശ്യമില്ലാതെ അയാൾ കേസ് കോടതിയിലെത്തിച്ചു. ഒടുക്കം എന്നെ തോൽപ്പിച്ചു. ഓ, അത് ശരി. എന്തിനാ അദ്ദേഹം കേസ് കൊടുത്തത്, അച്ഛനെ കോടതിയിൽ കയറ്റിയത്? അയാളുടെ പെൻഷൻ ഞാൻ തടഞ്ഞു വെച്ചു. അതാ അയാൾ എന്നെ കോടതി കയറ്റിയത്. ഡാഡി എന്തിനാ അദ്ദേഹത്തിൻ്റെ പെൻഷൻ തടഞ്ഞു വെച്ചേ? വാട്ട് എവർ, അത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം. അതിന് ഞാനെന്തിന് ശ്രീകാന്തിനോട് മിണ്ടാതിരിക്കണം? അവനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്തിനു ഒഴിവാക്കണം? നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കേണ്ട. നിങ്ങൾ അവനോട് സംസാരിക്കണമെന്നൊന്നും ഞാൻ പറയില്ല, ഞാൻ നിർബന്ധിക്കുകയില്ല. എന്നാൽ ഞാൻ അവനോട് സംസാരിക്കും. അത് നിങ്ങളാരും ചോദ്യം ചെയ്യേണ്ട. വർഷ ഉറപ്പിച്ച് പറഞ്ഞിട്ടാണ് പോകുന്നത്. ആ സമയത്ത് വർഷയുടെ മമ്മി അവളുടെ കൈ കയറി പിടിച്ച് ദേഷ്യത്തോടെ പറയാണ്, ഡി, ആ രവീന്ദ്രൻ നിൻ്റെ ഡാഡിയെ അപമാനിച്ചു. എല്ലാവരുടെയും മുന്നിൽ തല കുനിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. അതിന് ഞാനെന്ത് വേണം? ഞാൻ ആരോട് സംസാരിക്കണം, സംസാരിക്കേണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. നിങ്ങൾ ഓർഡർ ഇടണ്ട, അത് ഞാൻ അനുസരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ദേഷ്യത്തോടെ അകത്തേക്ക് പോവാണ്. ഏട്ടാ, എന്താ അവൾ ഇങ്ങനെ? പിടിച്ച് കെട്ടണം അവളെ. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. എന്താ അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? പിടിച്ച് കെട്ടിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്, വേണ്ട, എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അതേസമയം രവീന്ദ്രനെയും കൂട്ടിയിട്ട് സച്ചി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷത്തിലാണ് രണ്ടുപേരും ഉണ്ടായിരുന്നത്. സച്ചിയുടെ കയ്യിലൊരു കവറൊക്കെ ഉണ്ട്. അച്ഛൻ അകത്തേക്ക് കയറാൻ പോയപ്പോൾ തന്നെ സച്ചി തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് രേവതിയെ നീട്ടി വിളിക്കുന്നുണ്ട്. രേവതിയും സന്തോഷത്തോടു കൂടിയാണ് വരുന്നത്. ഇതെന്താ ഇവർക്ക് ഇത്ര സന്തോഷം എന്നറിയാൻ വേണ്ടിയിട്ട് ചന്ദ്രയെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രേവതി അടുത്തെത്തിയതും സച്ചി പറയുന്നുണ്ട്, നീ പോയി ആരതി എടുത്തോണ്ട് വാ. ആരതിയോ? ആ, അച്ഛനെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണം. എന്തിനാടാ ഇതൊക്കെ? അയാൾ ചോദിക്കുന്നുണ്ട്. വേണം, അച്ഛൻ വിജയിച്ച് വന്നിരിക്കുകയല്ലേ. ഞാൻ എടുത്തോണ്ട് വരാം. രേവതി സന്തോഷത്തോടെ അകത്തേക്ക് പോവാണ്. അങ്ങോട്ട് വന്ന ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഏത് നാട്ടുരാജാവിനോട് പോര് ജയിച്ചിട്ടാണോവോ ഇദ്ദേഹം വന്നിരിക്കുന്നത് ആരതിയൊക്കെ എടുക്കാൻ? പുറത്തെ ബഹളം കേട്ടിട്ട് ശ്രുതിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം സച്ചി അമ്മയോട് തട്ടിക്കയറുകയാണ്. പോരിൽ ജയിച്ചാൽ മാത്രമേ ആരതി ഒഴിയൂ. അച്ഛൻ കേസിൽ ജയിച്ചു. അത് കേട്ടതും ചന്ദ്രക്കും അതുപോലെ ശ്രുതിക്കും ഒക്കെ ഒത്തിരി സന്തോഷമാവുകയാണ്. ആ മധുസൂദനനോട് പോരാടി ജയിച്ച് വന്നിരിക്കുക അച്ഛൻ. അതുകൊണ്ടാ ആരതി എടുക്കാൻ പറഞ്ഞ്. പെട്ടെന്നാണ് സച്ചി ശ്രുതിയെ കാണുന്നത്. ദാ 50 ലക്ഷമായിട്ട് ഓടിപ്പോയ ഈ കള്ളൻ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴും നിങ്ങൾ ആരതി എടുത്തില്ലേ? ഇപ്പം എന്താ പ്രശ്നം? അപ്പം രവി പറയുന്നുണ്ട്, നീ അത് വിട് സച്ചി, അല്ലെങ്കിൽ ഞാനിതാ കയറിപ്പോവുക. രേവതി ഒന്ന് പെട്ടെന്ന് വാ. എന്നിട്ട് സച്ചി അവൻ്റെ കയ്യിലിരുന്ന ആ കവറിൽ നിന്നൊരു മാല എടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിലത് ഇട്ട് കൊടുക്കുമ്പോൾ രവി സന്തോഷത്തോടെ പറയുന്നുണ്ട്, എന്തിനാണ് ഇത് എൻ്റെ കഴുത്തിലിട്ട് തന്നത്? ഇതൊക്കെ ദൈവത്തിൻ്റെ മുന്നിൽ വെക്കുന്ന ഇതല്ലേ? അച്ഛനാണല്ലോ ഈ വീടിൻ്റെ ദൈവം, പിന്നെ എൻ്റെ ദൈവം. അപ്പോഴേക്കും രേവതി ആരതി തട്ടും കൊണ്ട് വന്നിട്ട് അച്ഛനെ ആരതി ഒഴിയാണ്. അതിനുശേഷം അച്ഛനെ അകത്തേക്ക് സച്ചി കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അങ്കിൾ കേസ് ജയിച്ചു അല്ലേ? ജയിച്ചു. ഇനി മുൻകാല പ്രാബല്യത്തോടു കൂടി പെൻഷൻ കിട്ടും. സമാധാനമായി. കൂടാതെ മധുസാറ് എനിക്ക് 1 ലക്ഷം രൂപ വേറെയും തരണം. പെൻഷൻ ഇത്രയും വൈകിപ്പിച്ചതിനുള്ള പിഴയാ. അദ്ദേഹം ശ്രുതിയോടായിട്ട് എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ 1 ലക്ഷം രൂപ എക്സ്ട്രാ കിട്ടുമല്ലേ? ചന്ദ്ര ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അമ്മ ആരതി എടുത്തേനെ. അപ്പോഴേക്ക് ശ്രുതി വേഗം ചെയറൊക്കെ നീക്കിയിട്ട് കൊടുത്തിട്ട് അദ്ദേഹത്തോട് ഇരിക്കാൻ പറയുക. അപ്പോൾ സച്ചി പരിഹസിക്കുന്നുണ്ട്, ഡാ നീ ഇപ്പോൾ അച്ഛനെ സോപ്പിടുകയൊന്നും വേണ്ട, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. ദേ സച്ചി. ശ്രുതി ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ സച്ചി അച്ഛനോട് പറയുന്നുണ്ട്, പിന്നെ ഇവൻ്റെ മുന്നിൽ വെച്ച് അച്ഛൻ ഈ കാര്യം പറയണ്ടായിരുന്നു. കാക്കയുടെ മുന്നിൽ കൂടി അപ്പക്കഷ്ണം കൊണ്ടുപോകുന്നതും ഇവൻ്റെ മുന്നിൽ വെച്ച് പണത്തെക്കുറിച്ച് പറയുന്നതും ഒരുപോലെയാ. പണം പറന്നങ്ങ് പോവും. അപ്പോൾ ചന്ദ്ര സച്ചിയെ തട്ടുകയാണ്. ആരാടാ ഇപ്പോൾ പണത്തിന് ചോദിച്ചത്? ചോദിക്കാറില്ലല്ലോ, എടുത്തോണ്ട് ഓടാറല്ലേ ഉള്ളൂ. സച്ചി പരിഹസിക്കുകയാണ്. അങ്ങോട്ടേക്ക് വന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇനി മാസാമാസം അച്ഛന് പെൻഷൻ കിട്ടുമല്ലേ? കിട്ടും. അച്ഛന് അവകാശപ്പെട്ട കാശല്ലേ, അതെവിടെ പോവാനാ അല്ലേ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് സച്ചി അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ്.
അപ്പോഴേക്കും ചന്ദ്ര ഗോളടിക്കുകയാണ്. എൻ്റെ മരുമകൾ ശ്രുതി വന്നു കയറിയത് കൊണ്ടാണ് ഈ കുടുംബത്തിൽ നല്ല കാര്യം നടന്നത്. ശ്രുതിയുടെ രാശി കാരണാ ഇത്രയും കാലം കിട്ടാതിരുന്ന പെൻഷൻ കാശ് നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് പാസ്സായത്. അതൊക്കെ കേൾക്കുന്ന സമയത്ത് സച്ചിക്കും രേവതിക്കൊക്കെ മുഖത്തൊരു നീരസം ഉണ്ടായിരുന്നു. പക്ഷേ രവി ഒന്നും പറയാതെ പുഞ്ചിരിച്ചിരിക്കുകയാണ്. അത് കേട്ടതും ശ്രുതിക്കും അങ്ങോട്ട് സന്തോഷമാവുകയാണ്. പോരാതെ ശ്രുതിയോടും പറയുന്നുണ്ട്, ശ്രുതി നീ ഭാഗ്യവാനാടാ മോനെ, നല്ല രാശിയുള്ള ഭാര്യയെ തന്നെ നിനക്ക് കിട്ടിയല്ലോ. രേവതി ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛൻ്റെ ഭാഗത്ത് ന്യായം ഉള്ളത് കൊണ്ടാണ് പെൻഷൻ പാസ്സായത്. അതും ഈ പാർലർ മദാമയുടെ രാശിയുമായിട്ട് എന്താ ബന്ധം? സച്ചി ശ്രുതിയെ കളിയാക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഡാ ഞാൻ സത്യ പറഞ്ഞത്. അച്ഛൻ്റെ 50 ലക്ഷം എടുത്ത് ഓടിയവനല്ലേ ഇവൻ. ഇതേ രാശി വെച്ച് ആ 50 ലക്ഷം രൂപ തിരികെ കിട്ടുമോ? അവരുടെ 3 പേരുടെയും വായടപ്പിക്കുന്ന ചോദ്യമായിരുന്നു അത്. അപ്പോൾ ചന്ദ്ര തലതാഴ്ത്തിയപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ ഇല്ല അല്ലേ, എങ്കിൽ മിണ്ടാതിരിക്കണം. അതിനുശേഷം അച്ഛനോട് പറയാണ്, അച്ഛാ കിട്ടുന്ന കാശ് സൂക്ഷിച്ച് വെക്കണം. ഇവരെയൊന്നും വിശ്വസിക്കാൻ പാടില്ല. അത് നിങ്ങളുടെ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ, മറ്റാർക്കും കൊടുക്കരുത്. 50 ലക്ഷം പറ്റിച്ച ടീമാണേ. എടാ നീ എന്തിനീ 50 ലക്ഷത്തിൻ്റെ കണക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശ്രുതി ചോദിക്കുകയാണ്. പറയൂടാ, അതെൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ. അപ്പോഴേക്കും രവി ഇടപെടുകയാണ്. നിർത്ത്, ഇന്നൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്, വെറുതെ വഴക്കടിച്ചത് നശിപ്പിക്കാതെ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അച്ഛാ കേസ് ജയിച്ചു എന്ന് അച്ഛമ്മയെ വിളിച്ചു പറ, സന്തോഷമാവും അച്ഛമ്മയ്ക്ക്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഓ ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു മോളെ. എന്നിട്ട് അവർ അച്ഛമ്മയെ വിളിക്കുകയാണ്. അച്ഛാ സ്പീക്കറിലിട്, എനിക്കും സംസാരിക്കണം അച്ഛമ്മയോട്. സച്ചി പറഞ്ഞ ശേഷം അദ്ദേഹം സ്പീക്കറിലിടുകയാണ്. അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് തൊഴുതു വരുമ്പോഴാണ് അച്ഛമ്മയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. എടുത്തു നോക്കിയപ്പോൾ രവിയാണ്. രവി സുഖാണോ നിനക്ക്? സുഖാണമ്മേ. അമ്മയ്ക്ക് അവിടെ എങ്ങനെയുണ്ട്? എനിക്കൊരു കുഴപ്പവും. അമ്മേ ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്. എന്താ മോനെ? കേസ് ജയിച്ചു. രവി പറഞ്ഞു കേട്ടതും അച്ഛമ്മയ്ക്ക് ഒത്തിരി സന്തോഷമാവുകയാണ്. ഇനി എനിക്ക് മാസാമാസം പെൻഷൻ കിട്ടും, അത് അമ്മയോട് പറയാനാണ് വിളിച്ചേ. സന്തോഷമായി മോനെ, നിനക്ക് കിട്ടേണ്ട കാശാ അത്. അതാര് വിചാരിച്ചാലും തടഞ്ഞു വെക്കാൻ പറ്റില്ല. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, പായസം വെക്കണ്ടേ അച്ഛമ്മേ? ആ പായസവും വെക്കും, വേണ്ടി വന്നാൽ പടക്കവും പൊട്ടിക്കും. അച്ഛമ്മ പറഞ്ഞത് കേട്ടത് സച്ചി പൊട്ടിച്ചിരിക്കുകയാണ്. നല്ലത് നടക്കൂടാ മോനെ, അത്രയ്ക്ക് നല്ല രാശിക്കാരിയല്ലേ വീട്ടിൽ മരുമകളായി വന്നിരിക്കുന്നേ. അച്ഛമ്മ കൂടി അങ്ങനെ പറഞ്ഞ കേട്ടപ്പോൾ ശ്രുതി ഉറപ്പിക്കും അത് അവളെക്കുറിച്ച് തന്നെയാണെന്ന്. അച്ഛമ്മയുടെ സംസാരം കേട്ടപ്പോൾ ചന്ദ്രയും ശ്രുതിയും ഒക്കെ വിചാരിക്കുന്നുണ്ട് ശ്രുതിയെക്കുറിച്ചാണ് അത് പറഞ്ഞതെന്ന്. എൻ്റെ കുട്ടി രേവതിയുടെ രാശിയാ എല്ലാ സന്തോഷത്തിനും കാരണം. അവരത് പറഞ്ഞു കേട്ടത് രേവതിയുടെ മുഖത്ത് നല്ല സന്തോഷം വരികയാണ്. കൂടാതെ സച്ചിക്കും രവിക്കും ഒക്കെ. പക്ഷേ ചന്ദ്രയുടെയും ശ്രുതിയുടെ ഒക്കെ മുഖം വാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛമ്മേ അച്ഛൻ കേസ് ജയിച്ചതും രേവതിയുടെ രാശിയും തമ്മിൽ എന്താ ബന്ധം? അതൊക്കെ ഉണ്ട്. എന്താ അച്ഛമ്മേ? കേട്ടില്ല. സച്ചി വീണ്ടും ചോദിക്കുകയാണ്. എന്നിട്ട് ഫോൺ വാങ്ങിയിട്ട് ചന്ദ്രയുടെ അരികിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചന്ദ്ര കേൾക്കാൻ വേണ്ടിയിട്ട്. കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. വീട്ടിലെ എല്ലാ ചടങ്ങും നല്ല രീതിയിൽ നടത്തിയാൽ നല്ലത് നടക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഓ അങ്ങനെ. ഇപ്പം കണ്ടില്ലേ, രേവതിയുടെ താലി മാറ്റി ചടങ്ങ് മാറ്റിക്കെട്ടിയതിന് ശേഷം എല്ലാം നല്ലത് നടന്നില്ലേ? അങ്ങനെ. എല്ലാം എനിക്കറിയാടാ കൊച്ചു കള്ള. അച്ഛമ്മ പറഞ്ഞത് കേട്ടത് സച്ചി ശരിക്കും ഞെട്ടിപ്പോയി. അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വീഴാൻ പോയിട്ടുണ്ടായിരുന്നു. അവൻ നാണത്തോടെ വിളിക്കുന്നുണ്ട്, എൻ്റെ അച്ഛമ്മേ. അടുത്തടുത്ത് നല്ല കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. അച്ഛമ്മയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല മോനെ. സച്ചിൻ രേവതി ചമ്മി നിൽക്കുകയാണ്. അപ്പം അച്ഛമ്മ പറയുന്നുണ്ട്, രണ്ടുപേരും ചേർന്ന് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ അച്ഛമ്മയുടെ കയ്യിൽ തന്നിരിക്കണം. അപ്പം സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛമ്മ എന്തറിഞ്ഞു എന്നാ? ഇവള് 4 കുഞ്ഞിനെ പ്രസവിച്ചതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. രേവതി ചമ്മിയിട്ട് പറയുന്നുണ്ട്, മിണ്ടല്ലേ. ചന്ദ്രയും ശ്രുതിയൊക്കെ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, നീ സ്വപ്നം കണ്ടു അല്ലേ, നല്ല ലക്ഷണമാണ്. അതങ്ങനെ തന്നെ നടക്കട്ടെ, 4 കുഞ്ഞുങ്ങൾ പിറക്കട്ടെ. അത് കേട്ടത് സച്ചിൻ നെഞ്ചത്ത് കൈവെക്കുകയാണ്. അയ്യോ അച്ഛമ്മേ. അതൊക്കെ വിട്. അച്ഛമ്മയുടെ കല്യാണം കഴിഞ്ഞ ശേഷം എപ്പോഴാണ് അച്ഛൻ പിറന്നത്? നീ എന്തിനാ ഇപ്പം അതറിയുന്നേ? പ്ലീസ് അച്ഛമ്മേ പറയേ. എൻ്റെയും നിൻ്റെ അച്ചാച്ചൻ്റെയും കല്യാണം കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷം രവി പിറന്നത്. എത്ര പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിയിട്ട് കിട്ടിയതാണെന്നറിയോ അവനെ? സച്ചി അച്ഛനെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛമ്മേ 4 വർഷം കഴിഞ്ഞ് പിറന്നത് കൊണ്ടാണ് അച്ഛമ്മയ്ക്ക് നല്ലൊരു മോനെ തന്നെ കിട്ടിയത്. ഇവിടെ ഒരുത്തനെ 12 മാസം കൊണ്ട് പ്രസവിച്ചു, അതുകൊണ്ടാണ് അവനിങ്ങനെ ആയിപ്പോയത്. ശ്രുതിയുടെ നേരെ നോക്കിക്കൊണ്ട് കളിയാക്കിക്കൊണ്ടാണ് സച്ചി പറയുന്നത്. കള്ളൻ, വൃത്തികെട്ടവൻ. സച്ചി ദേഷ്യത്തോടെ പറയാണ്. അമ്മേ. ശ്രുതി വിളിക്കുന്നുണ്ട്. അപ്പം അച്ഛമ്മ പറയാണ്, എനിക്ക് ഒരാൺകുട്ടി, നിൻ്റെ അമ്മയ്ക്ക് 3 ആൺകുട്ടികൾ. നിങ്ങൾക്കേ രേവതിയെപ്പോലൊരു മഹാലക്ഷ്മി പിറക്കട്ടെ. അപ്പം സച്ചി നാണത്തോടെ രേവതിയെ നോക്കുകയാണ്. രേവതിയും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ചന്ദ്രയ്ക്കും ശ്രുതിക്കൊക്കെ ഒന്നും അത് പറ്റുന്നുണ്ടായിരുന്നില്ല. രവിയും സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, സന്തോഷം അച്ഛമ്മേ, മഹാലക്ഷ്മിയെപ്പോലെ ഒരു പെൺകുട്ടി പിറന്നോട്ടെ. സച്ചി സന്തോഷത്തോടെയും പ്രണയത്തോടെയും രേവതിയെ നോക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.